ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഒരു മാസത്തിനകം പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു മാസമല്ല, ഒരു മാസത്തിൽ കൂടുതലുണ്ട്. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് November 10th ആണ്. ഞാൻ ഈ വീഡിയോ ഒരു December 14th കഴിഞ്ഞിട്ടേ പോസ്റ്റ് ചെയ്യുന്നുണ്ടാകത്തുള്ളൂ. അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുരളിയേട്ടൻ്റെ ബർത്ത്ഡേ പ്ലാനിങ് വീഡിയോ ആണ്. ഞാനിത് ഇപ്പം ഷൂട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് ഇന്ന് ലേറ്റർ ഓൺ എനിക്കും കൂടെ ഒന്ന് അറിയണം. അല്ലെങ്കിൽ കുറച്ച് എനിക്കിപ്പം ഒരു 43 വയസ്സായി, ഒരു 63, ഒരു 73 വയസ്സാകുമ്പോഴത്തേക്കും ഞാനുണ്ടെങ്കിൽ ഉണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മുരളിയേട്ടനോട് പറയും, എനിക്ക് നെഗറ്റീവ് പറയാൻ ഇഷ്ടമല്ല. ഞാനും മുരളിയേട്ടനും ഇങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയി എനിക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ ഇഷ്ടമാണ് ഞാനും മുരളിയേട്ടനും. പക്ഷെ ഞാൻ നെഗറ്റീവ് കാര്യങ്ങൾ ആലോചിക്കാറില്ല ഇപ്പോൾ. നേരത്തെ ഒരുപാട് ആലോചിക്കുമായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല, ഞാൻ നേരത്തെ ആലോചിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ ആലോചിക്കാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ മുരളിയേട്ടനും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയി ഇങ്ങനെ നടക്കുന്നതൊക്കെ ഞാൻ മുരളിയേട്ടനും. അപ്പം ആ സമയത്ത് ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നൊരു മെമ്മറി അല്ലേ, ഇതൊക്കെ രസമാണല്ലോ. എനിക്ക് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമാണ് ഒക്കെ. പിന്നെ അപ്പം ഞാൻ ഇപ്പോഴെന്താണ് ചെയ്തത്, പിന്നെ അത് ഒരു റീസൺ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന രണ്ടാമത്തെ റീസൺ, എനിക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് ആകെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കിങ്ങനെ മുരളിയേട്ടനോട് പറയാഞ്ഞിട്ട് ഞാൻ സർപ്രൈസായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കാരണം തന്നെ നിങ്ങളോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ക്യാമറയോട് എൻ്റെ മൈൻഡിൽ തോന്നി ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാനിത് പബ്ലിഷ് ഇപ്പം ചെയ്യുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഐ ടോൾ സമ്മൺ എന്നുള്ളൊരു ഫീലിംഗ്, എൻ്റെ മൈൻഡിനൊരു സാറ്റിസ്ഫാക്ഷൻ. ആരോടെങ്കിലും പറഞ്ഞല്ലോ, കുറേ പേര് കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് എനിക്ക് തന്നെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇതിൽ പറയുന്നതിലൂടെ. ഓക്കെ, ഞാൻ എന്തൊക്കെ ചെയ്തില്ല എന്നൊരു അപ്ഡേഷൻ പോലെ ഞാനങ്ങ് പറയുകയാണ്. മുരളിയേട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിത് ആക്ച്വലി പ്ലാനിങ് ഇപ്പം November 10th എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റ് November 10th എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 ദിവസം മുന്നെയാണ്. 15 ദിവസം മുന്നേ അല്ല, സോറി തെറ്റിപ്പോയി. ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിൻ്റെയും ഒരു 5 ദിവസം മുന്നെയാണ് ഞാൻ പ്ലാനിങ് തുടങ്ങിയത്. അപ്പം ഒരു 20 ദിവസം മുന്നേ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെന്യൂ കണ്ടുപിടിക്കലായിരുന്നു. അത് ഞാൻ ഒത്തിരി തല പോയഞ്ഞ് ഫസ്റ്റ് നമ്മൾക്ക് ആദ്യം എവിടെ ആയിരിക്കണം വെന്യൂ എന്നുള്ള തീരുമാനിക്കലാണ്. ഒരുപാട് തല പുകഞ്ഞു. കാരണം എൻ്റെ ബഡ്ജറ്റിനകത്ത് നിൽക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് എക്സ്പെൻസ് എനിക്ക് താല്പര്യമില്ല. ഫസ്റ്റ് തിങ്, ഒരുപാട് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല, മുരളിയേട്ടനെ ഇഷ്ടപ്പെടുത്തുമില്ല. പിന്നെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതിനു വേണ്ടി. അപ്പം ബഡ്ജറ്റിനകത്ത് നിൽക്കണം. പിന്നെ എൻ്റെ മൈൻഡിൽ ഒരു ഓപ്പൺ സ്ഥലം, ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ, ഒരു ഓപ്പൺ എയർ സ്ഥലം, ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഒരു വാട്ടർ ബോഡി, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ ആദ്യം ഒരു പിക്ചറൈസേഷൻ. ഞാനിങ്ങനെ മൈൻഡിൽ കണ്ടൊരു പിക്ചറൈസേഷൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഈ എറണാകുളം പരിസരത്തുള്ള ഒട്ടുമിക്ക സ്ഥലത്തിലും വിളിച്ചു. റിസോർട്ടിൽ അവിടെ ഇവിടെ കുമ്പളങ്ങി മുതൽ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗായത്രി മഞ്ജുവും എനിക്ക് ഒരുപാട്, ഞാൻ അവരോട് മാത്രം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ അവർക്കും അവരുടേതായ ലിമിറ്റേഷൻ ഉണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ എൻ്റെ അങ്ങനെ അങ്ങോട്ട് കുറച്ച് ഗായത്രി എനിക്ക് കുറച്ച് റിസോർട്ട് റെഫറൻസുകൾ അയച്ചു തന്നു. അപ്പോൾ അതെനിക്ക് ഗായത്രി ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് നോക്കുന്നു പറഞ്ഞ് റിസോർട്ട് റെഫറൻസുകൾ അയച്ചു തന്നു. പക്ഷേ ഞാൻ അവിടെ ഒക്കെ വിളിച്ചു ചോദിച്ചു. മിനിമം എല്ലായിടത്തും ഒന്നെങ്കിൽ 60 പേര് വേണം, അത്രയും വേണം, ഇത് വേണം, ഭയങ്കര റേറ്റുകൾ, ഒരു രക്ഷയില്ല. ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ എല്ലായിടത്തും ഈ വാട്ടർ ബോഡീസ് ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ആൾക്കാർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ ഈ ബർത്ത്ഡേ വീഡിയോസൊക്കെ കാണുമല്ലോ, ഇവരെങ്ങനെയായി നടത്തുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് അല്ലെങ്കിൽ ഈ 1.5 മണിക്കൂറൊക്കെ ട്രാവൽ, ഞാൻ ഒരുപാട് പേരുടെ ബർത്ത്ഡേ വീഡിയോസ് എടുത്ത് നോക്കി. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇഷ്ടംപോലെ ബർത്ത്ഡേ വീഡിയോസ് എടുത്ത് നോക്കി. ഈ കുറേ സെലിബ്രിറ്റീസിൻ്റെയും അവരുടെയും ഇവരുടെയും ഒക്കെ എടുത്ത് നോക്കി.
അല്ലെങ്കിൽ ഞാനൊരു 1.5 മണിക്കൂർ സെലിബ്രിറ്റീസ് പറഞ്ഞാൽ അവരങ്ങനെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ. അപ്പം ഞാനതൊക്കെ എടുത്ത് നോക്കിയപ്പം അല്ലെങ്കിൽ 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഈ ചേർത്തല, ആലപ്പുഴ അങ്ങോട്ട് കിടക്കണം. പിന്നെ അത് ഒരു ഫീസിബിളായ മെത്തേഡല്ല. ആലപ്പുഴയിലോട്ട് കടന്നാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം ആലപ്പുഴയിൽ പോയി നടത്തേണ്ടി വരും. ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം കൂടെ ആലപ്പുഴയിലോട്ട് വരാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല ഗസ്റ്റിനോട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ പ്ലാൻ ചെയ്യുന്നില്ല, ഒരു വലിയ സംഭവമല്ല. കാരണം സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകളല്ലേ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം മുരളിയേട്ടൻ്റെ എൻ്റെ ക്ലോസ് ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിച്ച്, മുരളിയേട്ടൻ്റെ ക്ലോസ് ആയിട്ടുള്ള നമ്മളോട് ചേർന്ന് നിൽക്കും, നമ്മളുമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാർ, ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ സർപ്രൈസ് ഒരു ഗ്രാൻഡ് ഫങ്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സർപ്രൈസ് ഒരു ഗെറ്റ് ടുഗദർ, അത്രേ ഉള്ളൂ. മുരളിയേട്ടനെ ഒന്ന് ഹാപ്പി ആക്കുക, ഒരു സർപ്രൈസ് ഫങ്ഷൻ അത്രയാണ്. അപ്പം അവരോട് എനിക്ക് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവിടെ വരെ വന്ന് മുരളിയേട്ടനെ സർപ്രൈസ് ചെയ്യിക്കാതെ പറയാൻ പറ്റത്തില്ല. അപ്പം അതും ഫീസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നിന്നൊരു 1/2 മണിക്കൂറിനകം ഉള്ള എന്തെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ വേണം. അപ്പം ഞാൻ വിളിച്ച് രക്ഷയില്ല. കുമ്പളങ്ങി അത്ര ഒരു 45 മിനിറ്റ് എത്തും. പക്ഷെ വിളിച്ചു ചോദിച്ച സ്ഥലത്തെല്ലാം മിനിമം 60 പേര് വേണം. അവർ വൻ ബഡ്ജറ്റിലോട്ടാണ് പോകുന്നത്. 60 പേര് അല്ലെങ്കിൽ നമ്മൾ 60 പേരുടെ പൈസ കൊടുത്താൽ മതി. പക്ഷെ ബഡ്ജറ്റ് ഇത്രയും പേര് മതി, നമ്മൾ പൈസ കൊടുത്താൽ മതി. 60 പേരുടെ ആൾക്കാർ വേണമെന്നൊന്നുമില്ല. പക്ഷെ ബഡ്ജറ്റ് ടു മച്ച് ബഡ്ജറ്റ്. അപ്പോൾ ഞാൻ ആ പ്ലാൻ അവിടെ ഡ്രോപ്പാക്കി, വേണ്ടാന്ന് വെച്ചു. പിന്നെ എൻ്റെ ബഡ്ജറ്റിനും ഇതിനും എല്ലാം വന്നാൽ ഒരുവിധം നല്ല സ്ഥലവും വേണമല്ലോ. അങ്ങനെ ഞാൻ റിനൈ സെൻസ് അതാകുമ്പം ഒരുവിധം നല്ലൊരു ഹോട്ടലാണ്, നല്ലൊരു സ്പേസാണ്. പണ്ട് മുതലേ ഒരു നല്ല ആംബിയൻസ് ഉള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്, നല്ലതാണ്. അവിടെ ഇങ്ങനെ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം എനിക്ക് അവിടുത്തെ ഇതെല്ലാം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചതെല്ലാം അയക്കാൻ പറഞ്ഞപ്പം നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാം നല്ലതായിട്ട് റെസ്പോണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ അവരുടെ ബാങ്കറ്റ് മെനുവും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹോളും 25 പേർക്ക് മിനിമം 25 മതി. അത് തന്നെ എനിക്ക് ആശ്വാസമായിരുന്നു. മിനിമം 25 മതി എന്ന് കേട്ടത് എനിക്കൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ 25 പേരുടെ പല റേഞ്ചിലുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞൊരു റേഞ്ചിലുള്ളത്, പക്ഷേ 2 നോൺ വെജ്, ഏറ്റവും കുറഞ്ഞത് 2 നോൺ വെജ്, ബാക്കി വെജ് 3 വെജ് ഓപ്ഷൻസ് ഉണ്ട്. റൈസ്, റൊട്ടി എല്ലാം നല്ലൊരു ബാങ്കറ്റ് മെനു ആയിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി. ഡെസേർട്ട് 2 ഡെസേർട്ട് എല്ലാം നല്ല ഇതായിരുന്നു. അപ്പം അത് ഞാൻ ഫിക്സ് ചെയ്തു അവസാനം. പിന്നെ അത് ട്രീറ്റ്മെൻറ്റ് പോകുന്നതിന് മുമ്പ് അത് ബുക്ക് ചെയ്ത് ഫിക്സ് ചെയ്ത് അഡ്വാൻസ് കൊടുത്ത് ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഈ പരിപാടിയെല്ലാം നടത്തണമെങ്കിൽ മുരളിയേട്ടൻ അറിയാതെ വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്ക് ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങോട്ട് എന്നെ വിളിക്കരുത്, കാരണം ഞാൻ ഹസ്ബൻഡ് അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രാവശ്യം മുരളിയേട്ടൻ്റെ കൂടെ ഇരുന്നപ്പോഴത്തേക്ക് അയാൾ ഇങ്ങോട്ടൊരു കോള്, മുരളിയേട്ടൻ താരാ, ഞാൻ പറഞ്ഞത് അറിയാതെ ആരോ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബാക്ക് ഡ്രോപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ചെറിയ എന്തെങ്കിലും ഒരു ബാക്ക് ഡ്രോപ്പ്. അവർ പറഞ്ഞു പുറത്തുനിന്ന് ആളെ വിളിക്കരുത്. അവർ കുറച്ച് ലിസ്റ്റ് ഓഫ് ഡെക്കോർ ആൾക്കാർ തന്നു, ഇവൻറ്റ് ഇത്. അപ്പം പിന്നെ അവിടെ നിന്ന് അവർ തന്ന കുറേ ആൾക്കാരിൽ നിന്ന് ഞാൻ കുറേ പേര് ഇങ്ങനെ സെലക്ട് ചെയ്ത് അവരുടെ ഇൻസ്റ്റാ പേജൊക്കെ നോക്കി, അവരുടെ ലിസ്റ്റിൽ നിന്നുള്ള അവർ തന്ന ലിസ്റ്റിൽ നിന്നുള്ള ഇതൊക്കെ നോക്കി. അതിൽ നിന്ന് കുറേ പേരെ വിളിച്ചപ്പോൾ അവർക്കും ഭയങ്കര റേറ്റ്. പിന്നെ അതിൽ നിന്ന് കുറച്ച് പേരെങ്ങനെ സ്ക്രൂട്ടിനി ചെയ്ത് ഒരാളെ അവസാനം തിരഞ്ഞെടുത്തു. അയാളാണ് ഞാൻ വിളിച്ചപ്പോൾ തൊട്ട് ആശുപത്രിയില്ല, അഡ്മിറ്റായി കിടക്കുക. പിന്നെ അവസാനം ഞാൻ വിളിച്ചപ്പോൾ തൊട്ടാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അയാൾ പറഞ്ഞു ഞാനൊരു ബഡ്ജറ്റ് അല്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബഡ്ജറ്റിനകത്ത്, പക്ഷേ ഞാൻ കുറേ ഇങ്ങനെ മറ്റേ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് 50th ബർത്ത്ഡേ ഉണ്ട്, സിൽവർ അല്ല, ഗോൾഡൻ ജൂബിലി അല്ലേ. അപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് തീമൊക്കെ ഞാൻ ഗോൾഡൻ, ആ ഒരു ആണുങ്ങളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പം ആ ഒരു ഫുൾ ഗോൾഡ് അല്ല, ഗോൾഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് വരുന്നത്. ഞാൻ കുറേ ഫോട്ടോസ് റെഫറൻസ് ഒക്കെ നോക്കി പിൻട്രസ്റ്റിൽ. അപ്പം ഗോൾഡ് ആൻഡ് ബ്ലാക്ക് ആണ് തീം വരുന്നത് മെയിൽ ബർത്ത്ഡേ വരുമ്പം. അപ്പം ആ ഒരു ഗോൾഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ ഞാൻ കുറേ ഫോട്ടോസ് റെഫറൻസ് എടുത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെഫറൻസ് ആണ് ഞാൻ ബാക്കി എല്ലാവർക്കും അയച്ചു കൊടുത്തത്. പക്ഷേ അവരുടെ ബഡ്ജറ്റ് ടു മച്ച് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈ ബഡ്ജറ്റിനകത്ത് ഇന്ന ബഡ്ജറ്റിൽ എനിക്ക് ചെയ്തു തരണം, പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അയാൾ പറഞ്ഞു ഓക്കെ മാഡം ഞാൻ ചെയ്തു തരാം, പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തു തന്നാൽ മതി, എനിക്ക് പക്ഷേ ഈ ബഡ്ജറ്റിനകത്ത് വേണം, ഈ സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ പുള്ളി ഡിസ്ചാർജായി വന്നതും ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നതും ഏകദേശം ഒരേ ടൈമിലായിരുന്നു. പുള്ളി പറഞ്ഞു നോക്കി ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം, ഈ ബഡ്ജറ്റിനകത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ അത് പുള്ളി ഏൽപ്പിച്ചു.
എനിക്കിങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇത് വേണം അത് വേണം, ഒരു സെൻറ്റർ പീസിനകത്ത് ഒരു ഇത് വേണം, ഈ സാധാരണ ടേബിളിനകത്ത് സെൻറ്റർ പീസ് ഒന്നും അങ്ങനെ ഇതില്ല. അപ്പോൾ എനിക്ക് സെൻറ്റർ പീസ് ഇത് വേണം, പുള്ളി ഹൈഡ്രജൻ ബലൂൺ വെക്കാം, അത് ചെയ്യാം ഇത് ചെയ്യാം, അങ്ങനെ കുറേ റെഫറൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് Pinterest നിന്ന് എടുത്ത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി, അതൊക്കെ അതേപോലെയൊക്കെ വന്നാൽ മതി. കാരണം ഇതൊന്നും എനിക്ക് നേരത്തെ പോയി കാണാനും പറ്റത്തില്ല. മുരളിയണ്ണായിട്ട് പോയല്ലേ, ഇവിടെ നിന്ന് ഒരു 30 minutes ഉണ്ട് സിറ്റിക്കകത്ത് MG റോഡിലത്. മുരളിയണ്ണായിട്ട് വൈകിട്ട് പോകുമ്പോഴേ ഇത് വീഡിയോ അയച്ചു തരാൻ പറയണം നമുക്ക്. ഇങ്ങനെയാണൊക്കെ എൻ്റെ പ്ലാൻ. ഇപ്പോൾ ഫുൾ ടൈം എൻ്റെ തലയിൽ അതാണ്. ഇത് രസമെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങൾക്കൊരു ഹോങ്കോങ് ട്രിപ്പുണ്ട്. നിങ്ങളിപ്പോൾ ആ ട്രിപ്പിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവണം. പക്ഷേ എനിക്ക് ആ ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ വരുന്നില്ല. കാരണം എനിക്ക് ഫുൾ എൻ്റെ മൈൻഡിൽ കൂടി ഇത് മാത്രമാണ്. ഏത് ഉറങ്ങുമ്പോഴും ഒക്കെ ഈ ഒരു ചിന്ത മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും എൻ്റെ തലയിൽ കൂടെ ഓടുന്നില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. മുരളിയണ്ണ സമയം ഫുള്ള് ഞാനിപ്പം ഈ ബുക്കിനകത്ത് ഞാൻ എൻ്റെ ഫോണിലാണ് ഇതുവരെ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നത്, റെഫറൻസ് അതും ഇതും. ഞാൻ വിചാരിച്ചു ഫോണിൽ സേവ് ചെയ്താൽ ശരിയാവത്തില്ല, ഒന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഗസ്റ്റ് ലിസ്റ്റൊക്കെ ഫോണിൽ എഴുതി വെച്ചേക്കുമായിരുന്നു. അപ്പം അതെല്ലാം ഞാനിപ്പം ആരെയും വിളിച്ചോ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഗസ്റ്റ് ലിസ്റ്റ് ഇപ്പം ഞാൻ എന്താണ്ട് ആ ബുക്കിൽ എഴുതി വെച്ചു. എഴുതി വന്നപ്പോൾ ഇപ്പം 28 പേരുണ്ട്. 28 ഞങ്ങൾ ഉൾപ്പെടെ കേട്ടോ. അമ്മയോട് ഞാൻ പറഞ്ഞു, ചേച്ചിയോടും പറഞ്ഞു. ആരോടും പറയരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സർപ്രൈസ് പൊളിയാതിരുന്നാൽ മതിയായിരുന്നു. ഈ 50th ബർത്ത്ഡേ ഇങ്ങനെ നടത്തണം എന്ന് തോന്നാനായിട്ട് എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 45th ബർത്ത്ഡേ ആണ് ഞങ്ങൾ എങ്ങനെ ഒരു ഇതായിട്ട് മുരളിയണ്ണൊരു സർപ്രൈസ് ഇതായിട്ട് നടത്തിയത് നേരത്തെ. അത് ഇത്രയും ഒരു സർപ്രൈസ് ആയിരുന്നില്ല. അതിൻ്റെ പ്ലാനിങ് ഫുള്ള് നന്ദുവാണ് ചെയ്തത്. അത് നന്ദു തന്നെ വയലറ്റ് തീം വേണം, വയലറ്റ് ബലൂൺ വെച്ചിട്ട് ഇങ്ങനെ 2 ഷെയ്ഡ്സിലുള്ള ലാവൻഡർ ആൻഡ് ഡാർക്ക് വയലറ്റ് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അത് ഫുള്ള് നന്ദുവാണ് അതിന് വേണ്ടി ഇൻവിറ്റേഷൻ കാർഡ് വരെ ഉണ്ടാക്കിയത്. അത് December 14th സെലിബ്രേറ്റ് ചെയ്ത് November 27th നന്ദുവിൻ്റെ എക്സാം. നന്ദു നാളായിരുന്നു മുരളിയണ്ണൻ്റെ നക്ഷത്രം നാള്, അന്നാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതിനെല്ലാത്തിനും എന്തെങ്കിലും ഒരു റീസൺ കാണുമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ആലോചിക്കും, December 14th ആയിരുന്നെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സെലിബ്രേഷൻ വന്നതെന്ന് ഞാനിപ്പോൾ ആലോചിക്കും. എന്തോ എനിക്കറിയില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിനൊക്കെ ഒരു റീസൺ ഉണ്ടാവും അല്ലേ. അന്ന് നാളിൻ്റെ അന്ന് നന്ദുവിൻ്റെ എക്സാം കഴിഞ്ഞു, അമ്മ വന്നതിൻ്റെ പിറ്റേന്നാണ് സിറിയയുടെ അമ്മ വന്നു. എല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് വരും. അപ്പം നന്ദു ഞാനും നന്ദുവും കൂടെ പോയി ബലൂണൊക്കെ മേടിച്ച് നന്ദു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കി. ഇപ്പം എനിക്ക് അങ്ങനെ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കണം, പക്ഷെ എനിക്ക് അറിയത്തൊന്നുമില്ല എങ്ങനെ ഉണ്ടാക്കുന്ന. ഞാൻ ഇപ്പോഴും ഈ ഡിസ്കഷനൊക്കെ നന്ദുവായിട്ട് നടത്തുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഡയറിയിൽ എഴുതും. നന്ദു ഞാൻ ഇത് ചെയ്തു. കാരണം എനിക്കൊരു അപ്ഡേറ്റ് വേണം. ഞാൻ എന്തൊക്കെ വിട്ടുപോകുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ രാത്രി ഡയറി എഴുതുമ്പം നന്ദു ഞാൻ ഓരോന്നായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഡയറിയിൽ എഴുതും. നന്ദു ഞാൻ ഇത് ചെയ്തു, എന്നിട്ട് ഞാൻ വിചാരിക്കും മുരളിയുടെ ഡയറി എടുത്ത് നോക്കരുതേന്ന് ഞാൻ എന്നിട്ട് വിചാരിക്കും. മുരളിയുടെ നോക്കാറില്ല. അങ്ങനെ ഓരോ നന്ദുവായിട്ടാണ് ഞാൻ ഇപ്പോഴും അതിങ്ങനെ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പം അന്ന് നന്ദു ഞാനും കൂടെയാണ് ഫുൾ പ്ലാനിങ് നടത്തിയത്. 45th ബർത്ത്ഡേ അത് 45 ആയതുകൊണ്ട് ഒരു ഇതുപോലെ ഞങ്ങളന്ന് മുരളിയുടെ മിക്ക ബർത്ത്ഡേസ് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും വിളിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താ അറിയത്തില്ല, മുരളിയുടെ ബർത്ത്ഡേ എപ്പോഴും ഞങ്ങൾ ഒരു ചെറിയ സ്പെഷ്യൽ ആക്കാറുണ്ട് നന്ദു ഞാനും കൂടെ. 45 ആയതുകൊണ്ട് അന്ന് കുറച്ചുകൂടെ സ്പെഷ്യലാക്കി. സിറിയയുടെ അമ്മയും എൻ്റെ അമ്മയും ഒക്കെ വിളിച്ചു. പിന്നെ ചേച്ചി, രാജേട്ടൻ, രശ്മി, ഗിരിച്ചേട്ടൻ അവരൊക്കെ വന്നു. എല്ലാവരുടെയും വയലറ്റ് തീമിൽ വരണം എന്ന് പറഞ്ഞു. ഇതേപോലെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഉണ്ടാക്കിയത് അന്ന് മാത്രമാണ്, ആ ഒരു ബർത്ത്ഡേക്ക് മാത്രമാണ്. നന്ദു പറഞ്ഞ് ഇൻവിറ്റേഷൻ കാർഡ് വേണമെന്ന്. അങ്ങനെ അതൊക്കെ കാര്യമായിട്ട് അന്ന് സെലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻഫാക്ട് നന്ദുവിൻ്റെ ആ പിക്ചറായിരുന്നു എല്ലായിടത്തും ഒന്ന് പബ്ലിഷ് ആക്കിയത് എല്ലാവരും എടുത്ത്. അങ്ങനെ അതുകൊണ്ട് എന്തോ എൻ്റെ മനസ്സിൽ ഇത് മുരളിയണ്ണൻ പിന്നെ തൊട്ട് ആ December 14th ആയതുകൊണ്ട് ആ ഒരു ഇതാണ് മുരളിയുടെ മൈൻഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് എൻ്റെ മൈൻഡിലിരുന്നിങ്ങനെ ആരോ പറയുന്ന പോലായിരുന്നു അത് ചെയ്യണം എന്നൊരാഗ്രഹം. പക്ഷെ പിന്നെ ഞങ്ങൾക്കൊരു സെലിബ്രേഷനും വേറെ ഇങ്ങനെ ഒരു കല്യാണമില്ല, അങ്ങനെ നടത്താനില്ലല്ലോ. അപ്പം ഞങ്ങൾ തന്നെ ചെയ്യണമല്ലോ. അപ്പം ഞാനെങ്കിലും മുരളിയണ്ണന് വേണ്ടി ചെയ്യണ്ടേ. അതെന്ത് തോന്നി അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഒരു രസം. മുരളിയണ്ണന് വേണ്ടി ചെയ്യുന്നതിൻ്റെ ഒരു രസമുണ്ട്. അപ്പം ഞാൻ നിങ്ങളോടത് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഇമോഷണലായി പോയാട്ടോ. കുഴപ്പമില്ല. അപ്പം ഞാൻ ഗസ്റ്റ് ലിസ്റ്റ് എഴുതി വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് മുരളിയുടെ പഴയ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇത്
എൻജിനീയറിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെയും സ്കൂൾ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ വരാൻ അവരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഇവിടെ ഉള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ട്. മുരളിയുടെ സ്കൂളിൽ പഠിച്ച 2-3 ഫ്രണ്ട്സ് ഉണ്ട്, കോളേജിൽ പഠിച്ച 2-3 പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അവരെയൊക്കെ വിളിക്കണം സീക്രട്ടായിട്ട്. പിന്നെ ഇവിടെ ഇല്ലാത്തവരുടെ ഞാൻ കുറച്ച് വീഡിയോസ് കളക്ട് ചെയ്യുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുരളിയുടെ ചെറുതിലത്തെ എന്തെങ്കിലും കുസൃതി തരങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോ അയച്ചു തരണമെന്ന്. അത് ഞാൻ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ, അവരൊക്കെ അയച്ചു തന്നിട്ട്. അപ്പം അങ്ങനെ ഒരു ലിസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, ആരോടൊക്കെ ചോദിച്ചു എന്നുള്ളത്, ആരൊക്കെ അയച്ചു തന്നു ചോദിച്ചു എന്നുള്ള വീഡിയോ റിക്വയർഡ് ലിസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇങ്ങനെ വന്നിങ്ങനെ ഭയങ്കര ഗെയിംസൊക്കെ കളിക്കാൻ മടിയാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഗെയിംസ്, ഒരെണ്ണം ഒരു മെമ്മറി ഗെയിം, നെയിം ദ ട്യൂൺ, BGM പ്ലേ ചെയ്തിട്ട് പാട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഒരെണ്ണം ഒരു കപ്പിൾ ഗെയിം, മീറ്റ് ഗ്രീറ്റ് ആൻഡ് ഫോർഗെറ്റ്, അത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചാണ് കേട്ടോ, അത് ഒരെണ്ണം. പിന്നെ 4 ഗെയിംസാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഒരെണ്ണം ടെൽ ലൈ, നമ്മൾ ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും ചൂസ് ചെയ്തിട്ട് എന്ത് ചോദിച്ചാലും അവർ കള്ളത്തരം പറയണം, ആ ഒരു ഗെയിം. 4ാമത്തെ ദംഷുറാട്സ്, 2 പേരെ സെലക്ട് ചെയ്യുക, ഒരാൾക്കൊരു വേർഡ് പറഞ്ഞു കൊടുക്കണം, ആ വേർഡ് മറ്റേ ആൾ ഗസ് ചെയ്യണം. അങ്ങനെ 4 ഗെയിംസാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നന്ദു ഉണ്ടാക്കിയ പഴയ ഇൻവിറ്റേഷൻ കാർഡ് നോക്കി എന്തെങ്കിലും ചെയ്യണം. ഇപ്പോഴത്തെ ഇൻവിറ്റേഷൻ അന്ന് വയലറ്റ് തീമായിരുന്നു, ഇപ്പോഴത്തെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ് തീം. മുരളിയെ കൊണ്ട് ഞാൻ ഇന്നലെ എങ്ങനെയൊക്കെ ഒരു ബ്ലാക്ക് കുർത്ത മേടിപ്പിച്ചു. മുരളി ചോദിച്ചാൽ എന്തിനാണ് ഡ്രസ്സ് അത് ഇത്. ഞാൻ പറഞ്ഞു മുരളിയുടെ നമുക്ക് വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോകണ്ടേ, അതിനെങ്കിലും എന്നും പറഞ്ഞ് ഡ്രസ്സ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്നെ കൊണ്ട് ഞാൻ തന്നെ മുരളിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. പക്ഷെ അത് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് മുരളിയുടെ 3 കാഷ്വൽ വെയർ ഷർട്ട് ഓൾറെഡി മേടിച്ച് കൊടുത്തേ. അത് ഫുൾ മുരളിയുടെ ട്രിപ്പിനങ്ങ് എടുക്കുക. പിന്നെ ബർത്ത്ഡേ ഇടാൻ ഡ്രസ്സ്, ഞാൻ അതിനകത്ത് ഒരു ബ്ലാക്ക് ഷർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പുള്ളിയോട് അത് ഇടേണ്ട ഇല്ല, അതെനിക്ക് ടൂറിനിട്ടേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു ബർത്ത്ഡേക്ക് എന്നാൽ പിന്നെ പുള്ളിയുടെ ഒരു കുർത്ത എടുക്കുക, ബ്ലാക്ക്. എന്തിനാ ബ്ലാക്ക് കുർത്ത അങ്ങനെ എടുത്ത് വീണ്ടും ഗോൾഡൻ എടുക്കാൻ പറഞ്ഞിട്ട് ഗോൾഡൻ എന്ത് ചെയ്ത് ഇടത്തില്ല. ഗോൾഡൻ എടുത്താൽ എനിക്ക് പിന്നെ ഇടാൻ പറ്റത്തില്ല, അത് ഭയങ്കര തിളക്കോ അത് ഇത്. ഞാൻ ഗോൾഡ് കുർത്തയും ബ്ലാക്ക് കുർത്തയും എടുത്ത് കാർട്ടിലിട്ടിരുന്നേ. ഗോൾഡ് വേണ്ട എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. പിന്നെ ബ്ലാക്ക് എടുത്തോളൂ എന്ന് പറഞ്ഞു. ശരി ബ്ലാക്ക്, എന്തെങ്കിലും ഞാൻ കൂടുതൽ പറഞ്ഞ ദേഷ്യം വരും. ശരി ബ്ലാക്ക് എങ്കിൽ ബ്ലാക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതാണ് ഇപ്പോഴത്തേക്ക് എൻ്റെ പ്ലാനിങ് കാര്യങ്ങൾ. അങ്ങനെ പോകുന്നു. നിങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനൊരു ആശ്വാസം. ഡിസംബർ 13 മുരളിയുടെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നായപ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തപടി നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കുറച്ച് ചിന്തകളൊക്കെ ഉണ്ട്. പിന്നെ ആകെ ഇങ്ങനെ ടയേർഡായി, കാരണം ഒരുപാട് യാത്രകളായിരുന്നു. ഹോങ്കോങ് കഴിഞ്ഞ് വന്ന് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ പിന്നെ വർക്കല പോയി. വർക്കലയിൽ നിന്ന് വന്ന് നേരെ മറ്റേ ഗൂഗിൾ ഇവൻ്റ് അല്ല യൂട്യൂബ് ഇവൻറ്റിന് വേണ്ടിയിട്ട് നേരെ അവിടുന്ന് എയർപോർട്ടിൽ പോയി. അവിടെ നിന്ന് നേരെ ഞാൻ കോഴിക്കോട് ലാൻഡ് ചെയ്ത് അവിടുന്ന് നേരെ തിരുനെല്ലി പോയി നേരെ എത്തി. വീട്ടിലെത്തിയപ്പോൾ എന്തൊരു സമാധാനമായിരുന്നെന്നറിയോ. സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു സുഖം ഒന്നുമില്ല. ഇപ്പോഴത്തെ ഹോങ്കോങ് ട്രിപ്പ് കുറച്ചൊന്ന് ഇങ്ങനെ ഭയങ്കര പാക്ഡ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും അത്ര ക്ഷീണം വന്നാൽ. പിന്നെ എനിക്കിങ്ങനെ തൊണ്ടയ്ക്ക് കുറച്ച് ഇപ്പോഴും എൻ്റെ ഒച്ച അങ്ങോട്ട് ശരിയായിട്ടില്ല, നല്ല ചുമയുണ്ട്. എല്ലായിടത്തും നല്ല തണുപ്പായിരുന്നു, ബാംഗ്ലൂരും പിന്നെ വയനാട് എപ്പോഴും തണുപ്പാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് കുറച്ച് എല്ലാം അതേപടി നടക്കുമോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു സ്ട്രെസ്സായിരിക്കും. എനിക്കിങ്ങനെ എല്ലായിടത്തും ഒരു സ്ട്രെസ്ഫുൾ. ഹോങ്കോങ്ങിൽ വെച്ചിട്ട് വരെ എനിക്ക് പാനിക് അറ്റാക്ക് വന്നു ആക്ച്വലി, വഴി വെച്ചിട്ടൊക്കെ. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്ത് തീർക്കാനുള്ളപ്പോൾ ഒരു സ്ട്രെസ്സായിരിക്കും. പിന്നെ ഇത് ആക്ച്വലി ഞാൻ സന്തോഷത്തോടെ എല്ലാം സന്തോഷത്തോടെ ചെയ്യുന്നതാണ്. എന്നാലും ഇതിങ്ങനെ മനസ്സിലിങ്ങനെ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത് മുരളിയേട്ടൻ ഹാപ്പി ആവില്ലേ, ഹാപ്പി ആവുമോ, അങ്ങനത്തെ ഒരുപാട് ചിന്തകളുണ്ട്. മുരളിയേട്ടൻ ഇപ്പോഴും ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. ഇവിടെ എന്നും ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ബർത്ത്ഡേക്ക് എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇപ്പോൾ തൽക്കാലം പറഞ്ഞു വെച്ചേക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ സർപ്രൈസായിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ എന്നുവെച്ചാൽ മുരളിയേട്ടൻ അറിയാം ഞാൻ ഒന്നും ചെയ്യാതിരിക്കില്ല എന്ന് മുരളിയേട്ടൻ അറിയാം. അപ്പോൾ മുരളിയേട്ടൻ ഞാൻ എന്തെങ്കിലും മുരളിയേട്ടൻ വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുമല്ലോ, മുരളിയേട്ടൻ ഞാൻ ഞെട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചേക്കും നമ്മളൊരു നല്ലൊരു ഹോട്ടലിൽ പോകും. മുരളിയുടെ സ്പെഷ്യൽ അവിടെ ചെല്ലുമ്പോൾ മുരളിയുടെ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, സ്പെഷ്യൽ ട്രീറ്റ് ഉണ്ടാവും അവിടെ വെച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മുരളിയുടെ ഒരു സംഭവം സ്പെഷ്യൽ അവിടെ ചെല്ലുമ്പോൾ മുരളിയുടെ ഒരു ഞെട്ടലുണ്ടാവും. ഒരു സ്പെഷ്യൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും ആൾക്കാർ വരുന്നൊരു ഈവൻ്റാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത്ര ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 27 പേരൊക്കെ ഉള്ളൂ ഓൾമോസ്റ്റ്. പക്ഷേ ഇങ്ങനെ ഞാൻ ഇത്ര അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊന്നും മുരളിയുടെ അറിയില്ല. അപ്പോൾ അവിടെ എന്തോ സ്പെഷ്യലായിട്ട് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്
എന്നാണ് മുരളിയുടെ വിചാരം. സ്പെഷ്യൽ ഒരു ഫുഡും ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് മുരളിയുടെ ഇപ്പോഴത്തെ വിചാരം. അപ്പം ഇങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ ഒന്നുകൂടെ ഹോട്ടലിലെ ആൾക്കാരെ വിളിച്ച് ഒന്നുകൂടെ എല്ലാം റെഡിയാക്കി, ഈവൻറ്റ് ഡെക്കോർക്കാരെ വിളിച്ചിട്ട് ഒന്നുകൂടെ റെഡിയാക്കി. അവർ നാളെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ റിനൈസൻസുകാർ തന്നെയാണ് കേക്ക് ചെയ്യുന്നത്, കാരണം എനിക്ക് വേറെ കേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ ഫോട്ടോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും മാക്സിമം എൻ്റെ ബാർഗെയിനിങ് സ്കില്ലൊക്കെയാണ് ഇപ്പം മനസ്സിലാക്കി. എല്ലായിടത്തും ഇങ്ങനെ റേറ്റൊക്കെ, കാരണം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഹൈ ബഡ്ജറ്റ് പരിപാടിയൊന്നുമില്ല. എല്ലായിടത്തും ചേട്ടാ റേറ്റ് കുറച്ച് തരട്ടെ പറഞ്ഞ് എൻ്റെ ബാർഗെയിനിങ് സ്കില്ലൊക്കെ ആയിരിക്കും എല്ലാം മാക്സിമം ഞാൻ എല്ലാവരെയും കൊണ്ട് റേറ്റൊക്കെ കുറപ്പിച്ച്. പക്ഷേ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു കേട്ടോ. ഞാൻ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ബർത്ത്ഡേ വ്ളോഗിൽ ഇതിലൊക്കെ ഒന്നുകൂടെ കൊടുക്കാം. എല്ലാവരും എൻ്റെ അടുത്ത് നന്നായിട്ട് സഹകരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഈവൻറ്റ് ഡെക്കർ പുള്ളി നന്നായിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്തു. എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഒരുപാട് പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചു എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നാളെ അവിടെ ചെല്ലുമ്പോഴാണ് എങ്ങനെയാണെന്ന് എനിക്കത് കാണാനായിട്ട് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓരോ ഇതിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസൊക്കെ. പിന്നെ ഇപ്പം ഞാൻ വന്നേക്കുന്നത്, ഞാൻ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും എത്ര ഗിഫ്റ്റ് വേണം. അപ്പോൾ കുറച്ച് ഈ ഒരു വണ്ടി കുറച്ച് ഗിഫ്റ്റ് ഗായത്രി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, മുരളിയേട്ടൻ കാണില്ലേ. അപ്പം ഗായത്രിക്ക് കിട്ടാത്ത ഗിഫ്റ്റ് ഞാനിവിടെ സിസു എന്നും പറഞ്ഞൊരു ഷോപ്പുണ്ട് കാക്കനാട് അടുത്ത് തന്നെ, അത് മേടിക്കാനായിട്ട് വന്നേക്കാണ് സിസോയിൽ. അപ്പം നമുക്ക് പോയി 2 ഗെയിംസിൻ്റെ ഞാൻ ഓർഗനൈസ് ചെയ്ത് ഗെയിംസ് പറഞ്ഞു എന്ന് തോന്നുന്നല്ല നേരത്തെ. അതിപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മാസമായെന്ന്. അപ്പം അതിൻ്റെ ഡേറ്റ് ഞാൻ ആ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ബാക്കി 2 ഗെയിംസ് തന്നെയാണ് ഇപ്പം എനിക്കിനി മേടിക്കാനുള്ളത്. മെമ്മറി ഗെയിമിൻ്റെ ഗിഫ്റ്റും 5 ഗിഫ്റ്റും, പിന്നെ പിള്ളേർക്ക് വേണ്ടി ഒരു പിള്ളേരും അഡൾട്ട്സും കൂടെ ഒരുമിച്ച് കളിക്കാനായിട്ട് ഒരു പാസിങ് ദ ബോൾ ഗെയിമിൻ്റെയും ഗിഫ്റ്റ് 2 അത് ഫസ്റ്റ് സെക്കൻഡ്. ബാക്കിയൊക്കെ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡായിട്ട് വെക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഗെയിമാണ്. 4 ഗെയിംസ് ഞാൻ എല്ലാവരും കൂടെ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗെയിമാണ് പ്ലാൻ ചെയ്യുക. എല്ലാവരുടെയും ഗെയിമിനെ കണ്ടുകൊണ്ടിരുന്നിട്ട് മുരളിയുടെ ഒരു ഗെയിം വേണ്ട. അതെന്താണെന്ന് വെച്ചാൽ മുരളിയുടെ വേണ്ടിയുള്ള ഗിഫ്റ്റിൻ്റെ പ്രൈസ് ഒന്നും വേണ്ടല്ലോ. അത് ഞാൻ എന്താണെന്നറിയാം മുരളിയുടെ വേണ്ടിയിട്ടുള്ള ഗെയിം ഞാൻ വെച്ചേക്കുന്നത്. ഇങ്ങനെ മുരളിയുടെ കണ്ണ് കെട്ടിയാണെങ്കിൽ മുരളിയുടെ അവിടെ കൊണ്ടുപോകുന്നത് കാറിനകത്ത്, കാരണം മുരളിയുടെ ലൊക്കേഷൻ മനസ്സിലാവാതിരിക്കാൻ. അത് ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയൊരു സംഭവം എൻ്റെ ഉണ്ട്, ഇങ്ങനെ കണ്ണ് കവർ ചെയ്യാനായിട്ട്. മുരളിയുടെ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാം, ലൊക്കേഷനൊന്നും കാണാതിരിക്കാൻ. മുരളിയുടെ കാറ് കയറ്റി ഞാൻ കണ്ണടയ്ക്കും. ബ്ലൈൻഡ് ഫോൾഡ് വെച്ച് കണ്ണടച്ചിട്ട് മുരളിയുടെ കാറ് കയറ്റി അവിടെ വരെ ഞാൻ ആ റൂം എത്തുന്നവരെ കണ്ണ് കെട്ടിയായിരിക്കും മുരളിയുടെ കൊണ്ടുപോകുന്നത്, ഒന്നും മനസ്സിലാവാതിരിക്കാൻ. പിന്നെ ആ സംഭവം ഉണ്ടല്ലോ കയ്യിൽ, അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരുടെയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ വിരൽ മാത്രം ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട്, കൈ വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് വിരൽ ഇവിടെയൊക്കെ തൊട്ട് നോക്കിയിട്ട് എന്നെ കണ്ടുപിടിക്കുക. അതാണ് മുരളിയേട്ടൻ വെച്ചേക്കുന്ന ഗെയിം. ഓക്കെ, രസമായിരിക്കുമല്ലോ. അപ്പം ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാം പ്ലാനിങ് പറ്റി നടന്നാൽ മതി. നടന്നു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് മുരളിയേട്ടന്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരുപാട് പേരുടെ ഗിഫ്റ്റ് ഒരു 11 മിനിറ്റ് വീഡിയോ ആയിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ നന്ദുവിൻ്റെയും കുറേ കാർഡ്സൊക്കെ വെച്ചിട്ട് ഞാനൊരു ഷീറ്റ് നന്ദുവിൻ്റെയും ഗിഫ്റ്റ്, പിന്നെ ഞാനും കുറച്ചിങ്ങനെ ലൈൻസൊക്കെ എഴുതി, അത് ലാസ്റ്റ് 2 പിന്നെ മുരളിയേട്ടൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല, അച്ഛൻ വരുന്നുണ്ട്. പിന്നെ അമ്മയുടെ വീഡിയോ എടുത്തു, ബാക്കി എല്ലാവരും എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി. ഇനിയും ബാക്കി ഗിഫ്റ്റും കൂടെ പോയി മേടിക്കട്ടെ. ഇപ്പം നീ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ ഗിഫ്റ്റ് മേടിച്ചിട്ട് ഞാൻ ഗായത്രിയുടെ കൊണ്ട് കൊടുക്കും. ഗായത്രിയുടെ അടുത്താണല്ലോ, ഗായത്രിയുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഗായത്രിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമല്ലോ, ഇതും കൊണ്ട് എനിക്ക് വീട്ടിലോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോകാം.